അടുത്ത ഐ ഡ്രോപ്പർ പറഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ ഐ ഡ്രോപ്പർ കളർ പിക്ക് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഒരു ടൂളാണ്. ഇതിൽ കളർ പിക്ക് ചെയ്യുന്നതിന് കൂടെ അതിൻ്റെ ഒരു ക്യാരക്ടറും നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു. സർക്കിളിലെ കളറ് റെഡ് കൊടുത്തു. അതിന് സ്ട്രോക്ക് വന്നിട്ട് അതിലൊരു ഗ്രീൻ കൊടുത്തു. അതിന് സ്ട്രോക്കിൻ്റെ തിക്നെസ് കൂട്ടി. ഓക്കെ, അടുത്ത് ഒരു സ്ക്വയർ വരച്ചു. സ്ക്വയർ വന്നിട്ട് നോർമലി 1 പോയിന്റ് സ്ട്രോക്കിൽ വൈറ്റ് കളർ ബോക്സ്. ഞാൻ ഈ സ്ക്വയർ ടൂളിന് സെലക്ട് ചെയ്തിട്ട് ഐ ഡ്രോപ്പ് എടുക്കുന്നു. കീബോർഡിൽ ഐന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡ്രോപ്പർ വരും. ജസ്റ്റ് ആവശ്യമുള്ള ആ പോർഷൻ്റെ ആ ഒബ്ജക്റ്റിൽ ഇത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്താൽ ഉടനെ തന്നെ എന്താ സംഭവിക്കുന്നത്? ഈ സർക്കിളിൽ എന്താണോ കളറ് ആ കളർ ഫില്ലും, എന്താണോ സ്ട്രോക്ക് ആ സ്ട്രോക്കിൻ്റെ തിക്നെസ് ഉൾപ്പെടെ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ വരും. ഓക്കെ, നമുക്ക് കളർ മാത്രം മതി, അത് ഈ കാണുന്ന ഫിൽ കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതേ ഐ ഡ്രോപ്പർ എടുത്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത ശേഷം ഞാൻ ആ ഫില്ലിൻ്റെ പോർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റെഡ് കളർ വരുന്നു. ഗ്രീനിൻ്റെ പോർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രീൻ കളർ. ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ കളർ മാത്രം വരും. അല്ലാത്ത സിറ്റുവേഷനിൽ എന്താണോ മൊത്തം ആ ടോട്ടൽ ഒബ്ജക്റ്റിൽ സ്ട്രോക്കും ഫില്ലും ആ സ്ട്രോക്കിൻ്റെ തിക്നെസ് അതൊക്കെ നമുക്കതിൽ കോപ്പി ചെയ്യാം. ഇതേ സംഭവം ടെക്സ്റ്റിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, ABCD. ടെക്സ്റ്റിൻ്റെ വലിപ്പം 12 പോയിൻ്റാണ്. ഞാൻ വീണ്ടും അടുത്ത ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു, TXT. ഇതിൻ്റെ വലിപ്പം ഞാൻ ഒരു 36 പോയിൻ്റ് ആക്കുന്നു. ഫോണ്ട് വന്നിട്ട് വേറൊരു ടൈപ്പ് ഫോണ്ട് ആക്കുന്നു. അങ്ങനെ ഒരു ഫോണ്ട്. കളറും ഞാൻ മാറ്റി, ഒരു ഗ്രീൻ കളർ കൊടുത്തു. ഓക്കെ, ഇത് ABCD എന്നുള്ള ചെറിയ തിന്ന് ഫോണ്ടാണ്, ബ്ലാക്കാണ് കളറ്. 3 തരത്തിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ABCD സെലക്ട് ചെയ്തിട്ട് ഐ ഡ്രോപ്പ് എടുക്കുന്നു. ഈ ടെക്സ്റ്റിൽ പോയിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ABCD എന്നുള്ള ക്യാരക്ടർ മാറുന്നില്ല, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് മാറുന്നില്ല. അതിൻ്റെ കളറ്, ആ ഫോണ്ടിൻ്റെ വലിപ്പം, ഫോണ്ട് സ്റ്റൈല് എല്ലാം നമുക്കിത് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം ഞാൻ ഷിഫ്റ്റ് പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കളറ് ആ കളർ മാത്രമേ. ഓക്കെ, ഇതാണ് ഐ ഡ്രോപ്പ്. അടുത്ത് പേഴ്സ്പെക്റ്റീവ് ഗ്രിഡ് പറഞ്ഞൊരു ടൂളുണ്ട് ഇവിടെ. നമുക്ക് വരയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ്, പേഴ്സ്പെക്റ്റീവ് ആയിട്ട് വരയ്ക്കാൻ. ജസ്റ്റ് ആ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഒരു ഗ്രിഡ് വരും. ഇതാണ് പേഴ്സ്പെക്റ്റീവ് ഗ്രിഡ്. അതായത് ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ സ്ലോപ്പായിട്ട് പോകുന്നൊരു ഗ്രിഡായിരിക്കും. ഈ ഗ്രിഡ് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണെങ്കിൽ, അതിന് സ്ക്വയർ എടുത്ത് വരയ്ക്കുമ്പോൾ കണ്ടില്ലേ സ്ലോപ്പായിട്ടാണ് വരയ്ക്കുന്നത്. എവിടെ വന്ന് വരച്ചാലും ഈ സൈഡ് ചരിഞ്ഞിട്ടായിരിക്കും ഷേപ്പ് ക്രിയേറ്റ് ആകും. ഇത് ഇങ്ങോട്ടാവണമെങ്കിൽ നമ്മുടെ ഗ്രിഡ്, ഈ പേഴ്സ്പെക്റ്റീവ് ഗ്രിഡിൻ്റെ ടൂൾ എടുത്ത ശേഷം ഈ ഒരു കാണുന്ന ചെറിയ ഐക്കണില്ലേ, ആ ഐക്കണിൻ്റെ ഇപ്പോൾ ബ്ലൂ കളറാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ബ്ലൂ നെറ്റാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഈ കാണുന്ന ഭാഗത്ത് ഓറഞ്ച് അല്ലേ, ഓറഞ്ച് കളറായി. ഇനി ഞാൻ ഷേപ്പ് ടൂൾ എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇനി ഇങ്ങോട്ടായിരിക്കും വരിക. ഓക്കെ, ഗ്രിഡ് ഒഴിവാക്കണം പറഞ്ഞാൽ ഐക്കണിൽ ചെറുതായിട്ടൊരു ക്രോസ് കാണാൻ പറ്റും. അത് പേഴ്സ്പെക്റ്റീവ് ടൂൾ എടുത്ത ശേഷം അതിന് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആയിപ്പോവും. ഗ്രിഡ് പോവും, നമുക്ക് ആ ഷേപ്പ് അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത ഷേപ്പ് ആ പേഴ്സ്പെക്റ്റീവ് ലെവലിൽ തന്നെ നമുക്കവിടെ ക്രിയേറ്റ് ആയി കിട്ടും. ഓക്കെ, ഇതിനാണ് പേഴ്സ്പെക്റ്റീവ് ഗ്രിഡിൻ്റെ ആവശ്യം. ചില വർക്ക് ചെയ്യുമ്പോൾ ചില സിറ്റുവേഷൻ അറിയാതെ എന്തെങ്കിലും ഷോർട്ട് കട്ട് അടിച്ചിട്ട് ഇതിന് വന്നിട്ടുണ്ടാവും. ഇതല്ലേ, ഷിഫ്റ്റ് P ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെ ഗ്രിഡ് വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അത് പോവില്ല. അത് ഇങ്ങനെ ക്ലിക്ക് ചെയ്താലും പിടിച്ചാലും ഇതിങ്ങോട്ട് നീങ്ങുന്നൊഴികെ ആ ഗ്രിഡ് പോയി കിട്ടില്ല. ആ ഗ്രിഡ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിലെ ഇവിടെ പോയിട്ട് ആ ക്രോസിൽ ക്ലിക്ക് ചെയ്യണം. അല്ലാത്ത പക്ഷം ഷിഫ്റ്റ് P പ്രസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ
പേഴ്സ്പെക്റ്റീവ് ഗ്രിഡിൽ കൺട്രോള് ഷിഫ്റ്റ് ഐ പ്രസ് ചെയ്താലേ ഹൈഡ് ആവുള്ളൂ. കൺട്രോളും ഷിഫ്റ്റും പ്രസ് ചെയ്തിട്ട് ഐ ക്ലിക്ക് ചെയ്താൽ ഹൈഡ് ആവും.